Hello from Mr. Migration Consulting. I'm Maria Baby. I'm a registered migration agent for Australia and licensed immigration advisor for New Zealand. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. കാരണം ഇന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി എന്റെ വാട്സപ്പിലേക്ക്. ആ മെസ്സേജ് ഞാനൊന്ന് കേൾപ്പിക്കാം. ചേച്ചി അതെ ഇവിടെ നമുക്കൊരു ഏജൻസിയിൽ നമുക്ക് ഫ്രൂട്ട് പിക്കിങ്ങിന്റെ ഒരു ജോബ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത് അതിന് വർക്ക് പെർമിറ്റ് വിസ നിങ്ങൾ രീതിയിൽ പോയത്. ഇപ്പൊ അത് ലാസ്റ്റ് ആയപ്പോൾ ഈ പാസ്പോർട്ടിനകത്ത് ഇന്റർനാഷണൽ ട്രാവലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇത് വിസ ഓപ്പൺ ആയി വെക്കില്ല, കോട്ട ഓപ്പൺ ആയി വെക്കില്ല. അതുകൊണ്ട് ഇവിടെ ഇന്റർനാഷണൽ പോയാലേ കോട്ട ഓപ്പൺ ആകത്തുള്ളതാണ് അവർ പറയുന്നത്. പാസ്പോർട്ട് എത്ര ട്രാവലിംഗ് ചെയ്യാത്തതാണ് പറയുന്നത്. എന്തെങ്കിലും ഇന്റർനാഷണൽ പോയാലേ ഇതവിടെ കോട്ട ഓപ്പൺ ആയി വരുത്തോളം. പിന്നെ 7 മാസമായിട്ട് കൊടുത്തിട്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് എന്റെ പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മെസ്സേജ് ഒന്നുമല്ല. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. അത് പലതരത്തിലുള്ളതാണ്. ലൈക്ക് ഈവൻ വിത്ത് പാനൽ ക്ലിനീഷ്യൻസ്, ലൈക്ക് ഡൽഹിയിലുള്ള ക്ലിനിക്കിൽ പോയി വിസ മെഡിക്കൽ ചെയ്യൂ, അതല്ലെങ്കിൽ കൊച്ചിയിലെ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി ചെയ്യൂ, 1 ലക്ഷം രൂപ വിസ മെഡിക്കലിന് ചെയ്യൂ, 25 ലക്ഷം രൂപ കൊടുത്തുന്ന ക്ലീനറായിട്ട് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാം, വെയർ ഹൗസിൽ വരാം, 11 ലക്ഷം രൂപ കൊടുത്തെന്നാൽ കെയറായിട്ട് കൊണ്ടുവരാം, 40 ലക്ഷം രൂപ കൊടുത്തെന്നാൽ പാസ്പോർട്ട് തന്നെ മാറ്റി വേറെ പേരും നാഷണാലിറ്റി ഒക്കെ ഇട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാം, ഇങ്ങനെയുള്ള റെഫ്യൂജി ആയിട്ട് കേട്ടോ. സോ ഇങ്ങനെയുള്ള ഒരുപാട് സ്കാമിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെയധികം അനിവാര്യമാണ്. കാരണം ഒത്തിരി ആൾക്കാർ ഒന്ന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഡെസ്പറേഷനെ മറ്റുള്ളവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇനി നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഓസ്ട്രേലിയയിലേക്ക് വർക്ക് വിസ, ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ഫുഡ് പിക്കിങ്ങിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ വെയർ ഹൗസ് ജോലിക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നവരാണ്. അപ്പം എന്താണ് ഓസ്ട്രേലിയയിലേക്കുള്ള വർക്ക് വിസ? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് സബ് ക്ലാസ് 482 സ്കിൽ ഇൻ ഡിമാൻഡ് വിസ എന്ന് പറയുന്ന ഒരു വിസയുണ്ട്. ഓക്കെ, അതാണ് ഓസ്ട്രേലിയയിലേക്കുള്ള വർക്ക് വിസ എന്ന് പറയുന്നത്. ഇനി ഈ ഓസ്ട്രേലിയയിലേക്ക് വർക്ക് വിസ കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് നോക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പോൺസർ എംപ്ലോയർ ഉണ്ടായിരിക്കണം. ഓക്കെ, സ്പോൺസർ എംപ്ലോയർ എന്ന് പറയുന്നത് നിങ്ങളെ സാധാരണ പോലെ അവർക്കൊരു ഇന്റർവ്യൂവിന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് വേണ്ടതാണോ എന്ന് വെരിഫൈ ചെയ്യണം. ആ എംപ്ലോയർ ഓസ്ട്രേലിയയിൽ ലോഫുള്ളി ബിസിനസ് റൺ ചെയ്യുന്ന ഒരു എംപ്ലോയർ ആയിരിക്കണം. ഇനി അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമുക്ക് ഓസ്ട്രേലിയയിൽ ABN സെർച്ച് ഉണ്ട്, ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ ഞങ്ങളുടെ എസ്റ്റേയുടെ ഇത് നോക്കുവാണെങ്കിൽ ABN സെർച്ച് കൊടുത്തിട്ട് എസ്റ്റേ കളിക്കുവാണെങ്കിൽ നമ്മളുടെ ABN എത്രയാണ്, എത്ര നാളായി രജിസ്റ്റർ ചെയ്തിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഓരോ കമ്പനിക്കും ABN ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അവർക്ക് സ്റ്റാൻഡേർഡ് ബിസിനസ് സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ നോമിനേറ്റ് ചെയ്യണം ഒരു പർട്ടിക്കുലർ ഒക്യുപ്പേഷനിലേക്ക്. ഇനി ഈ ഒക്യുപ്പേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനും പ്രത്യേക ഒക്യുപ്പേഷൻ ലിസ്റ്റുകൾ ഉണ്ട്. ആ ഒക്യുപ്പേഷൻ ലിസ്റ്റുകളിലുള്ള ഒക്യുപ്പേഷൻ ആയിരിക്കണം. അതിനോട് ചേർന്നൊരു ആൻസിസ്കോ കോഡ് ഉണ്ട്. അതിൽ പറയുന്ന ക്വാളിഫിക്കേഷനാണ്. ചിലതിലൊക്കെ എക്സംഷൻസ് വരാം, എന്നാൽ പോലും ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അതിന് പറയുന്ന എക്സ്പീരിയൻസ്. ഇനി എക്സ്പീരിയൻസ് എത്രയാണ് വേണ്ടത്? ലാസ്റ്റ് 5 years മിനിമം 1 year എക്സ്പീരിയൻസ് ഉണ്ടോ. ഇനി എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തരണം. ആ ഓഫർ ലെറ്ററിൽ നിങ്ങൾക്ക് മിനിമം $76,515 ഓസ്ട്രേലിയൻ ഡോളർ നിങ്ങളുടെ ആനുവൽ സാലറി ആയിട്ട് അവർ തരാൻ ബാധ്യത ഉള്ളവരാണ്. സോ അങ്ങനെ ഒരു എമൗണ്ടിൽ വേണം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടാനായിട്ട്. ഇനിയും ഉണ്ട് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ചില ഒക്യുപ്പേഷനിൽ മാൻഡേറ്ററി ആയിട്ടുള്ള സ്കിൽ അസസ്മെന്റുകൾ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷെഫ് അല്ലെ കുക്ക്, അവർക്ക് 482 വേണ്ട സ്കിൽ അസസ്മെന്റ് തീർച്ചയായിട്ടും അവർ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഒരു സക്സസ്ഫുൾ ഔട്ട്കം ലെറ്റർ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. IELTS, PTE, OET, അതുമല്ലെങ്കിൽ ഇപ്പം ഒരുപാടുണ്ട്. MET എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, കനേഡിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെ പല 8ഓളം ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇപ്പൊ IELTS ആണെങ്കിൽ ഇൻഡിവിജ്വൽ 5, അതാണ് ഏറ്റവും ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് റിസൾട്ട്, വാലിഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് റിസൾട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിന് എലിജിബിൾ ആകുന്നത്. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ ചെക്ക് ആണ്. അതിനകത്താണ് അടുത്ത സ്കാം നടക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത്
ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കുന്ന പാനൽ ക്ലിനിക്കുകളിൽ മാത്രമാണ് ഹെൽത്ത് അസസ്മെന്റ് നടത്തുന്നത്, വിസ മെഡിക്കൽ നടത്തുന്നത്. 2024 വരെ അല്ലെങ്കിൽ 25 ആദ്യം വരെ നമ്മളുടെ ട്രിവാൻഡ്രത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു ഒരു അപ്രൂവ്ഡ് പാനൽ ക്ലിനിക്ക് കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ത്യയിൽ പല പല ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷെ കേരളത്തിൽ നമുക്ക് കിംസ് മാത്രമായിരുന്നു. ഇപ്പൊ നമുക്ക് കോഴിക്കോടും അതുപോലെ കൊച്ചിയിലും ഓരോ സെന്ററും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 പാനൽ ക്ലിനിക്കുകൾ മാത്രമാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി കേരളത്തിലുള്ളത്. ഓക്കെ, ഇനി നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞ കിംസിന്റെ വെബ്സൈറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിസ മെഡിക്കൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹാപ്പ് ഐ ഡി. ഹാപ്പ് ഐ ഡി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഇമ്മി അക്കൗണ്ട് വഴി ഒരു ആപ്ലിക്കേഷൻ, ഒന്നെങ്കിൽ ഒരു വിസ ആപ്ലിക്കേഷൻ ഇടണം, അല്ലെങ്കിൽ ഹെൽത്ത് അണ്ടർടേക്കിംഗ് ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം ഏത് വിസയ്ക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ വിസയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നിങ്ങളോട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അത് TB ടെസ്റ്റ് ആവാം, ഹെപ്പറ്റൈറ്റിസിന്റെ ടെസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ, ഫിസിക്കൽ എക്സാമിനേഷൻ, അങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നത്. ഏത് വിസയ്ക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണ്, നിങ്ങളുടെ ഏജ് എന്താണ്, അങ്ങനെ പല ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഈ ഒരു റിക്വയർമെന്റിൽ മാറ്റങ്ങൾ വരും. യൂഷ്വലി ഒരു 5,000 10,000 ഇന്ത്യൻ റുപ്പീസ് ഒക്കെയാണ് ഇതിന് വരുന്നത്. അതിനാണ് പല ആൾക്കാരും 1 lakhും 2 lakhs ഒക്കെ ഇന്ത്യൻ റുപ്പീസ് വാങ്ങിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് വേണ്ട പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് വേണ്ടത്. സോ ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണോ എടുത്തിരിക്കുന്നത്, അതല്ലാതെ SP ഓഫീസിൽ നിന്ന്, കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന്, പോലീസ് ഓഫീസ്, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഓക്കെ, ഇറ്റ്സ് എ ക്ലിയർ സ്കാം. സോ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, ഒരു ഏജൻസി നിങ്ങളോട് ഇങ്ങനെ പറയുവാണ് എന്നുണ്ടെങ്കിൽ മിനിമം ഏത് വിസയ്ക്കാണ് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നത്. വർക്ക് വിസ എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് സബ് ക്ലാസ് ആണ്, ഇത് മിനിമം റിക്വയർമെന്റ് ആണ് അവർ അറിഞ്ഞിരിക്കേണ്ടത്. ഏത് സബ് ക്ലാസ് ആണ് അത് ചോദിച്ചിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് എന്താണ്, അത് എനിക്കുണ്ടോ അതിനുള്ള യോഗ്യത എന്ന് നിങ്ങൾ ആദ്യമേ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന മൈഗ്രേഷൻ ഏജൻസി, രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റിന്റെയോ ഇമിഗ്രേഷൻ ലോയറിന്റെയോ ഏജൻസികളിൽ പോയിട്ട് കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങൾ 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റിന്റെയോ ലോയറുടെയോ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കുക. മാരയുടെ വെബ്സൈറ്റിൽ, ഓഫീസ് ഓഫ് മൈഗ്രേഷൻ ഏജൻസ് രജിസ്ട്രേഷൻ അതോറിറ്റി, മാരയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ നിങ്ങൾ സമീപിക്കുന്ന ഏജന്റ് രജിസ്റ്റേർഡ് ആണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രം ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത്. 482 വിസയാണ്. ആ 482 വിസയാണ് വർക്ക് വിസ എന്ന് പറയുന്നത്. കോട്ട എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എംപ്ലോയർ നിങ്ങളെ നേരിട്ട് സ്പോൺസർ ചെയ്ത് നോമിനേറ്റ് ചെയ്യണം. ഇനി എംപ്ലോയർക്ക് പിന്നെയും കടമ്പകളുണ്ട്. അതായത് അവർക്ക് ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്തണം. അതായത് 28 ദിവസം, 4 ആഴ്ച കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ അഡ്വർടൈസ് ചെയ്തിട്ട് ഓസ്ട്രേലിയയിലെ 2 ഡിഫറെന്റ് എന്താ പറയുന്ന ഓൺലൈൻ മീഡിയത്തിലോ എവിടെയെങ്കിലും അഡ്വർടൈസ് ചെയ്തിട്ട് നാഷണൽ വൈഡ് അഡ്വർടൈസ് ചെയ്ത് ഓസ്ട്രേലിയയിൽ ഇതിന് പറ്റിയ ആൾക്കാരെ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവര് ഡിപ്പാർട്ട്മെന്റിന് പ്രൂവ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇവർക്ക് ഇത് ജെന്യുവനായിട്ട് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് ഒരു എംപ്ലോയർക്ക് ഓവർസീസിൽ നിന്ന് അല്ലെ ഓഫ്ഷോറിൽ നിന്ന് ഒരു എംപ്ലോയിനെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ആരെങ്കിലും 482 വിസ അല്ലെങ്കിൽ ആരെങ്കിലും വർക്ക് വിസ, കോട്ട അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ, ഫ്രൂട്ട് പിക്കിങ്ങിന് പോകാം, വെയർ ഹൗസിന് പോകാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ല നിങ്ങൾ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നുള്ളത്. എനിക്കറിയാവുന്ന
ഇതിനു മുന്നേ ഇതുപോലെ തന്നെ സ്കാമിൽപ്പെട്ട ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് അവർ ലോൺ എടുത്ത് സിംഗപ്പൂർ, മലേഷ്യ പോലത്തെ, തായ്ലൻഡ് പോലത്തെ കൺട്രികളിൽ 3-4 കൺട്രീസിൽ പലപ്പോഴായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവര് തന്നെ ട്രാവൽ ബുക്ക് ചെയ്ത്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവരെ കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം കൂടുതൽ ട്രാവൽ ഇവർ ചെയ്തിട്ടുണ്ടോ, ഇവരുടെ പാസ്പോർട്ടിലുണ്ടോ, അത്രയും നല്ലതാണ് വിസ കിട്ടാൻ എന്ന് പറഞ്ഞിട്ട്. എഗെയിൻ ഇറ്റ്സ് അനദർ ബിസിനസ് ഫോർ ദം. സോ ഇങ്ങനെയുള്ള സ്കാമുകളിൽ പോയി പെടാതെ നിങ്ങൾ വൈസ് ആയിട്ട് ചിന്തിക്കുക. വിശ്വാസ്യതയുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ഏജൻസികളിൽ പോയിട്ട് കൺസൾട്ടേഷൻ എടുക്കുക, എന്നിട്ട് മാത്രം പോവുക. സ്കാമിൽ പെടാതിരിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും അറിവിനായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു എവ്രി വൺ. നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഇന്റൻഷനെ നമ്മൾ മാനിക്കുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള ഒരു മാർഗമാകാതിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.